ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി കോട്ട. ചരിത്രം മറന്നുപോയ അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാസർഗോഡിൻ്റെ ഒരേ ഒരു കോട്ട, ചന്ദ്രഗിരി കോട്ട. ബേക്കൽ കോട്ടകളും തന്നെ പ്രൗഢി ഈ കോട്ടയ്ക്കുണ്ട്. എന്നിരുന്നാലും ആർക്കും വേണ്ട. അതാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഈ കൊറോണ കാലത്തുണ്ടല്ലോ കുറേ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാണില്ലേ, ഇതൊക്കെ ഇപ്പം നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന വർക്കുകളാണ്. കൊറോണ കാലത്ത് ഈ നടപ്പാലം ഒക്കെ നടപ്പാത ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ അടുത്ത കാലത്താണ്. നമ്മുടെ പഴയ കോട്ടയുടെ ചെങ്കല്ലിൻ്റെ ആ നീളവും വീതിയും കണ്ടോ ഞങ്ങൾ? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അതാ ഇപ്പോഴത്തെ ചെങ്കല്ലിൻ്റെ നീളവും വീതി എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് 12 ഇഞ്ചാണ്. 8 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവും. കുറച്ച് നേരത്തെ ഇപ്പോൾ അത് രണ്ടും 8 ഇഞ്ച് എന്ന രീതിയിലായിപ്പോയി. ഇതൊക്കെ എങ്ങനെ ആളുകൾ എടുത്ത് മേലെ വെച്ചു എന്നുള്ളതാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ചെങ്കല്ലിൻ്റെ നീളവും വീതി ഞാൻ കാണിച്ചുതരാം. അപ്പം ഇതിൻ്റെ തന്നെ നോക്കാം. എൻ്റെ ഒരു കൈ 1 2 3 വീതിയും നീളം എത്രയാണ്? 1 2 ഓൾമോസ്റ്റ് 2.5 ഒക്കെ ഒരു ചെങ്കല്ല് ഏകദേശം എത്ര ഉണ്ടാവും? 8 ഇഞ്ച് 16 ഇഞ്ച് 24 ഇഞ്ച് ഓൾമോസ്റ്റ് 20-24 ഇഞ്ച് വരും ഒരു കല്ല്. ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ മേലെ കയറ്റണമെങ്കിൽ ആളുകളുടെ ഒരു കഴിവുകൾ നോക്കണേ. ആ പഴയ ആളുകളുടെ ഈ 8 ഇഞ്ച് വീതിയും നീളമുള്ള കല്ല് നമുക്ക് തന്നെ പൊക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇതൊക്കെ എടുത്ത് മേലെ വെക്കണമെങ്കിൽ അവിടെ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കുക. കാട് പിടിച്ച് കിടക്കുന്ന ചരിത്രമാണെങ്കിലും കോട്ട കാണാൻ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇത് പഴയ പാറയാണ്. ഈ പാറയുടെ മേലെയാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ പൊന്നോ, ഇതൊക്കെ എടുത്ത് മേലെ കയറ്റണമെങ്കിൽ അവരുടെ കഴിവൊന്നും ആലോചിച്ച് നോക്കുക അന്നത്തെ കാലത്ത്. ഈ നടപ്പാതൊക്കെ ഇപ്പോഴത്തെ കല്ലാണ് കേട്ടോ. ഇത് 8 ഇഞ്ച് വീതിയും നീളമുള്ള കല്ലാണ്. പുലികൾ ചത്തു ചരിത്രത്തിൽ ശരിക്കും അവഗണന നേരിടുന്ന ഒരു കോട്ടയാണ് കേട്ടോ ശരിക്കും ചന്ദ്രഗിരി കോട്ട എന്ന് പറയുന്നത്. വളരെ മോശമാണ് ഇവിടുത്തെ കാര്യങ്ങൾ, വളരെ മോശം. ഇതൊക്കെ നിങ്ങളൊന്ന് കാണുക. എന്താണ് കോട്ടയ്ക്കകത്തുള്ള കാര്യങ്ങളാണ്, എന്താണ് ഇതൊക്കെ? കമിതാക്കൾക്ക് രാപ്പാർക്കാം, അത് മാത്രമേ നടക്കുള്ളൂ ഇവിടെ, മറ്റൊന്നും നടക്കില്ല. ഇന്നത്തെ കാഴ്ച കണ്ടെങ്കിൽ വേണ്ട ചന്ദ്രഗിരിപ്പുഴ കാണുന്നത്, അത് ചന്ദ്രഗിരിപ്പുഴ. ഇത് ചന്ദ്രഗിരിപ്പുഴയുടെ തീരം. ഈ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് നമ്മുടെ ചന്ദ്രഗിരി കോട്ട. ഏകദേശം 7 ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. 7 ഏക്കർ സ്ഥലം കാണും. ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം 32 ഏക്കർ കാണും. ഇത് ഒരു 7 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പിന്നെ ഒരു വാച്ച്മാനൊക്കെ ഉണ്ട് ഇവിടെ. വലിയ കാര്യമൊന്നുമില്ല വാച്ച്മാൻ ഉണ്ടായിട്ടും. എന്താണ് വാച്ച്മാൻ പിന്നെ എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കാൻ പറ്റും. ഇത് നോക്കിയാൽ നിങ്ങളൊന്ന്, എന്തിനാണ് ഇതൊക്കെ കെട്ടി വെക്കുന്നത്? ഈ കൊറോണ കാലത്ത് ഇവിടെ കുറേ റെനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. എന്ത് തരം റിനോവേഷൻ വർക്കാണ് ഇവിടെ നടന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ല. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം റിനോവേഷൻ വർക്കിൻ്റെ ഭാഗങ്ങൾ. ഈ കൈവരിയും കാര്യങ്ങളും, കൈവരി എന്നൊന്നും പറയാൻ പറ്റില്ല അത്. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, വലുതാകുമ്പോൾ വെട്ടി വിൽക്കാം. ഈ കുറുക്കുട്ടിക്കൊക്കെ നല്ല പൈസയാണ് ഇപ്പോൾ. അല്ല എന്ത് പറയാനേ. ഇതൊക്കെ കണ്ടില്ലേ, വാച്ച് ടവറാണ്. ഒരു വാച്ച് ടവറിൻ്റെ അവസ്ഥ വളരെ മോശമാണ്.
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബേക്കൽ കോട്ടയിൽ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചന്ദ്രഗിരി കോട്ട പക്ഷേ കൈവിട്ട് കളഞ്ഞു. എന്ത് പറ്റി എന്ന് എനിക്കറിഞ്ഞില്ല. ആളുകളൊക്കെ വരും, വൈകുന്നേരങ്ങളിലൊക്കെ വരും. ഇപ്പോഴും ഞാനിപ്പം ഏകദേശം നട്ടുച്ചയ്ക്കാണ് എത്തിയിരിക്കുന്നത്. 1 മണിയായതല്ലേ ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത് ആളുകൾ. ഏകദേശം 7 ഏക്കർ കാണും ചുറ്റി കറങ്ങി കാണാൻ. ഒരു വൺ ഡേ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈവനിങ്ങിന് വന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നാൽ നടക്കില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, മൊത്തം കാട് പിടിച്ചിരിക്കുക. ഈ ചീമക്കൊന്ന ഉണ്ടല്ലോ, ശരിക്കും ഫാബിയസി ഫാമിലിയിൽ പെട്ടതാണ് കേട്ടോ. ഒരുപാട് കാലം മുമ്പ് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ. എൻ്റെ ഇത് നോക്കി, ഒരു വാച്ച് ടവറിൻ്റെ അവസ്ഥ കണ്ടോ. വാച്ച് ടവറാണ്. എന്താ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. മൊത്തം കാട് പിടിച്ചിരിക്കുക. ഇതാ ഇവിടെ ഒന്നല്ല, 2 അപ്പുറത്തോട്ട് ഇപ്പുറത്തും സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. കാട് പിടിച്ചൊന്നും കാണുന്നില്ല. ഇതാ അവിടെ ഇരിക്കുന്നു. ഒന്ന് ഒരെണ്ണം ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാ മൊത്തം കാടിനകത്താന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ തന്നെ കോട്ട. ഇതിൻ്റെ മേലൊന്നുമില്ല കേട്ടോ. ഈ ബേക്കൽ കോട്ട നിർമ്മിച്ച അതേ ശിവപ്പ നായിക്ക് തന്നെയാണ് കേട്ടോ ഈ ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ച് കെട്ടി പൊക്കിയത്. ശിവപ്പ നായിക്ക് മാത്രമേ ഇതിനെ നന്നായി നോക്കി കാണത്തുള്ളൂ. മറ്റാരും ഇത് ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ്. ആർക്കും വേണ്ട ചന്ദ്രഗിരി കോട്ട. ചരിത്രത്തിൻ്റെ ഒരു കരട് എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു കരട് എന്ന് വേണമെങ്കിൽ പറയാം. ബേക്കൽ കോട്ടയൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കണ്ടില്ലേ, ആ കാണുന്നതിന് എൻട്രൻസ് എവിടെ, അതാ ആ കാണുന്നതാണ് ശരിക്കും എൻട്രൻസ്. അതിൻ്റെ നടുക്കുള്ള സ്ഥലം കണ്ടോ നിങ്ങൾ, മൊത്തം കാട് പിടിച്ചെടുക്കുക. ഇതിനകത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. മൂർഖനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെനമസ് ആയിട്ടുള്ള ഇഴജന്തുക്കളൊക്കെ കാണും. അതൊന്നും ഇറങ്ങിയേക്കരുത്. ഈ നടന്നു പോകുന്ന വഴി മാത്രമുണ്ട് കുറച്ച് ക്ലീനായിട്ട് കിടക്കുന്നത്. ശരിക്കും ചന്ദ്രഗിരി കോട്ടയെ അവഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ. വളരെ ശോകമാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നത്. വളരെ ശോകം. ഈ കാടൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും കാട്ടിൽ പോയി ഇരുന്ന് തണൽ കിട്ടും. അത്രയേ ഉള്ളൂ ഒരു നേട്ടം എന്ന് പറയാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കാട് പിടിച്ചത് കൊണ്ടായിരിക്കും അവരൊരു ടിക്കറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, പബ്ലിക്കായിട്ട് വരാം, വന്ന് പോവാം. ഇതൊക്കെ ഉണ്ടാക്കിയ ശിവപ്പ നായിക്ക് ഈ കാലത്ത് അങ്ങനെ ജീവിച്ചിരുന്നത് കണ്ടല്ലോ. ഇവന്മാരൊക്കെ തല്ലി കൊന്നനെ അയാൾ. എന്തൊരു വൃത്തികേടാണ്. ഇതിനകത്ത് കണ്ടില്ല, ഇത് പഴയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇത് ആ ഭാഗത്തേക്കാണ്. ഇത് കൂട്ടിയെടുത്താണ് കേട്ടോ. ഇത് റിനോവേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണ്. പക്ഷെ എന്ത് കാര്യം, ഇതൊക്കെ ഒരു കാര്യവുമില്ല. എല്ലാം പോയി, പൊളിഞ്ഞ് പോയി. ചന്ദ്രഗിരി തവിട്ട് പൊടിയായി. ശരിക്കും ഈ ചന്ദ്രഗിരി കോട്ട ഉണ്ടല്ലോ, ആ കേരളത്തിൽ വേറെ ഏതെങ്കിലും ജില്ലയിൽ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. നന്നായിട്ട് നോക്കുമായിരുന്നു. ഒരു കാര്യം ഉറപ്പാണത്, ആ കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. ഈ കാസർഗോഡ് ജില്ല ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് വേണ്ടതൊന്നും. എന്ത് വൃത്തികേടവന്മാരാണ് ഈ കാസർഗോഡ് ജില്ലക്കാർ. ഞാനും ഇതിനകത്ത് പെട്ടവൻ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും അവഗണിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. ഈ വാച്ച് ടവറിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളത് മറ്റേ പരിപാടികൾ എല്ലായിടത്തും നടക്കുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ എവിടെ പാറയുണ്ടാവും അവിടെ കാണും ഓരോ വൃത്തികെട്ടവന്മാർ. പാറ ഇതുപോലെ വാച്ച് ടവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തൊന്ന് കയറി നോക്കാം. താഴെ പോകുന്നുള്ള കാര്യമാണ് സംശയം. കയറി നോക്കാം. മൊത്തം പോയി കിടക്കുകയാണ് കേട്ടോ വാച്ച് ടവറെല്ലാം. സൂക്ഷിച്ച് വേണം. ശരിക്കണല്ലോ ഈ വാച്ച് ടവർ വച്ചിരിക്കുന്നത് ഇത് വയ്ക്കേണ്ട സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ആ കാടുണ്ടല്ലോ, ചീമക്കൊന്ന, പിന്നെ കുറുക്കുട്ടി അല്ലെങ്കിൽ വട്ട,
അല്ലെങ്കിൽ ആ മരത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊക്കെ ശരിക്കും ഈ ചന്ദ്രഗിരി പുഴയുടെ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, ആ ഒരു സൈറ്റ്, ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് മറയ്ക്കുന്നില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പുഴ കാണാൻ പറ്റും നിങ്ങൾക്കത്, അതാണ് പുഴ. പക്ഷേ എന്ത് പറയാം, മൊത്തം താഴെ ഭാഗത്തൊക്കെ മൊത്തം കാടാണ്. അത് കണ്ടില്ലേ, മൊത്തം കാട്. എങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഈ മരങ്ങളൊക്കെ പോകണം ശരിക്കും. എന്നാൽ മാത്രമേ ചന്ദ്രഗിരി പുഴയുടെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ചന്ദ്രഗിരി കോട്ടയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതിനുള്ള മാർഗ്ഗമില്ല ശരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ചന്ദ്രഗിരി പുഴയുടെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ശരിക്കും വൈകുന്നേരം കേട്ടോ ഇവിടത്തേക്ക് വരണ്ട. ഈ ഉച്ചയ്ക്കൊന്നും വന്നേക്കരുത്. ഉച്ചയ്ക്ക് ചന്ദ്രഗിരി കോട്ട എന്നല്ല, ബേക്കൽ കോട്ട എന്നല്ല, ഒരു കോട്ടയിലും പോകരുത്. കണ്ണൂർ കോട്ടയിലും പോകരുത്. നല്ല പൊരിഞ്ഞ വെയിലാണ് എല്ലായിടത്തും. പിന്നെ ഇതുപോലുള്ള കാടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വന്നിരിക്കാം. അതാ കണ്ടില്ലേ, ഇതൊരു നെല്ലിമരമാണ്. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കാം നമുക്ക്. നെല്ലിക്കയില്ല കേട്ടാ, നെല്ലിക്കൊന്നും ഇവിടെ ബാക്കി വെക്കൂല വരുന്ന ആളുകൾ. എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു കണ്ടില്ലേ. എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു, നടന്നില്ല എന്ന് വേണം പറയാം. നടന്നില്ല എന്നല്ല, ശ്രദ്ധക്കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ് ശരിക്കും. അതാ ഇവിടുന്ന് കാണാം ചന്ദ്രഗിരി പുഴയുടെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാം നമുക്ക്. കണ്ടില്ലേ ചന്ദ്രഗിരി പുഴ. ഇതൊക്കെ എനിക്ക് അടുത്ത കാലത്ത് ഈ പഴയ കല്ലിൻ്റെ സൈസിൽ മുറിച്ചെടുത്ത കല്ലുകളാണെന്ന് തോന്നുന്നു. ഈ റിനോവേഷൻ വർക്കിന് വേണ്ടി അതുപോലെ ചെയ്ത കല്ലുകളാണ്. ഞാൻ ശരിക്കും അതിശയപ്പെട്ടെന്ന് അറിയോ, ഈ കല്ലിൻ്റെ വലിപ്പമാണ്. എൻ്റെ പൊന്നോ, ഇതൊക്കെ എങ്ങനെ ഇവരെടുത്ത് മേലെ വെച്ചു എന്നുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ കല്ല്. ഞാൻ ശരിക്കും ആ പഴയ ആളുകളുടെ ആ കഷ്ടപ്പാട് ശരിക്കും മനസ്സിലാക്കുന്നില്ല. കാരണം ഞാനും ചെങ്കല്ലിൻ്റെ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തിയാണ്. എനിക്കറിയാം കല്ലിൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളത്, ഒരു ചെങ്കല്ലിൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളത്. സാധാരണ നമ്മുടെ സിമെൻറ്റ് കട്ടയുണ്ടല്ലോ, സിമെൻറ്റ് കട്ടയുടെയൊക്കെ ഇരട്ടി കാണും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ കല്ലിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വെയിറ്റാണ്. കുറഞ്ഞതൊരു 50-60 കിലോ ഒക്കെ വരും ഒരു കല്ല്. അത് 8 ഇഞ്ച് നീളം വീതിയുള്ള കല്ലാണ്. ഈ കല്ലിൻ്റെ ഒക്കെ വലിപ്പം കണ്ടേ, എൻ്റെ പൊന്നു സമ്മതിക്കണേ വരെ. ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കോപ്പന്മാരാണ് നമ്മളൊക്കെ. ഇതാണ് കേട്ടോ ശരിക്കും വാച്ച് ടവർ. തൊട്ടപ്പുറത്തും പോകാം കേട്ടോ. തൊട്ടപ്പുറത്തൊരു വാച്ച് ടവറുണ്ട്. ചന്ദ്രഗിരി പുഴ, റെയിൽവേ പാളം, തൊട്ടപ്പുറത്ത് കടലിൻ്റെ ഒരു കൈവരി എന്ന് വേണം പറയാം. അല്ലേ, ഞാൻ ഈ വഴിയാണ് പോയത്. ഈ വഴി ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ശരിക്കും ഇവിടുത്തെ ഈ ഒരു സൈറ്റ് കണ്ടു, ഈ ടവർ കണ്ടു പോകാം. ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. പിന്നെ കുറേ പേരെഴുതി വെച്ചിരിക്കുന്നു. ഹസീന, ഇക്കോ ലവ് ഹസീന. കലാപരിപാടികൾ, കാശി PM, അമൻ, എല്ലാവരും ഉണ്ട് ശരിക്കും ഇവിടെ. വൈശു, ഇവിടെയൊക്കെ വന്നിരിക്കട്ടെ. ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് തോന്നുന്നു. ആളുകൾ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി വൃത്തിയായി കാണുന്നുണ്ട്. മൊത്തം കാട് പിടിച്ചിരിക്കുക. പഴയ ആളുകൾ കൊത്തിവെച്ച ആ ഒരു കല്ല്. ഇന്നത്തെ ആളുകൾക്കൊന്നും ഈ ഒരു കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടാ, ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. അല്ല, ചന്ദ്രഗിരിപ്പുഴ. അല്ല, തൊട്ടപ്പുറത്ത് കടൽ, അങ്ങാ കാണുന്നത് കടൽ. ഇത് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ. ഇങ്ങനെ പോകും.
ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ ചന്ദ്രഗിരി കോട്ടയിൽ. മൊത്തം കാട് പിടിച്ചിരിക്കുന്ന ഒരു കോട്ട. പിന്നെ പ്രത്യേകത ഈ വലിയ കല്ലുകൾ, പിന്നെ നമ്മുടെ ചരിത്രത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു കോട്ട എന്ന ഖ്യാതി, മറ്റൊന്നുമില്ല ഇവിടെ.